ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കലെത്തി നിൽക്കവേ നേതാക്കളുടെയും ചെറു കക്ഷികളുടെയും കൂറുമാറ്റം തുടർക്കഥയാവുകയാണ്. നമുക്കറിയാം, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറും അദ്ദേഹത്തിൻ്റെ പാർട്ടി നിന്ന നിൽപ്പിൽ മുന്നണി വിട്ട് മുന്നണി മാറുകയും മുഖ്യമന്ത്രി സ്ഥാനം സംരക്ഷിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് അവർ മുന്നണി വിട്ടു, പക്ഷേ മറ്റേ മുന്നണിയിൽ ചേർന്നിട്ടില്ല, സ്വതന്ത്രമായി മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടി അവർക്ക് സ്വാധീനമുള്ള ഡൽഹിയിലും പഞ്ചാബിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്ത്യ മുന്നണിയുമായിട്ട് സഹകരിക്കണോ വേണ്ടോ എന്നുള്ള കാര്യം പിന്നീട് തീരുമാനിക്കും. സമാജ്വാദി പാർട്ടിയുടെ സ്ഥിതിയും വളരെ വ്യത്യസ്തമല്ല. അവർ ഇതുവരെ ഔപചാരികമായിട്ട് മുന്നണി വിട്ടിട്ടില്ല, വിടാനും മടിക്കുകയില്ല എന്ന സൂചനയാണ് നൽകിയിട്ടുള്ളത്. BSPയെ സംബന്ധിച്ചിടത്തോളം പിന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല. അവർ ഇന്ത്യ മുന്നണിയിൽ ചേർന്നിട്ട് വേണമല്ലോ വിട്ടുപോകാനായിട്ട്. അവരും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നേതാക്കന്മാരുടെ കാര്യം ഒട്ടും വ്യത്യസ്തമല്ല. കഴിഞ്ഞ ആഴ്ച വരെ മധ്യപ്രദേശിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവായിരുന്ന കമൽനാഥ്, അദ്ദേഹം നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. കുറച്ചു കാലം മധ്യപ്രദേശ് മുഖ്യമന്ത്രിയുമായിരുന്നു 5 കൊല്ലം മുമ്പ്. ഏറ്റവും മുതിർന്ന നേതാവാണ്. വളരെ കാലം ചിന്തുവാഡയിൽ നിന്നുള്ള ലോക്സഭാംഗവുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനാണ് ആ സീറ്റിൽ പ്രതിനിധീകരിക്കുന്നത്. അദ്ദേഹവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് മറ്റൊരു പ്രമുഖ നേതാവായിരുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയത്. ഇപ്പോഴിതാ കമൽനാഥും കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കും, ഇനി ജ്യോതിരാദിത്യ സിന്ധ്യ എന്ത് ചെയ്യും? അദ്ദേഹം BJP വിട്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു പോകും. അതിനാണ് സാധ്യത എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ ഒരു പരിണതിയിലാണ് മധ്യപ്രദേശിൽ നിൽക്കുന്നത്. മഹാരാഷ്ട്രയിലാണെങ്കിൽ അശോക് ചവാൻ എന്ന് പറഞ്ഞ മുൻ മുഖ്യമന്ത്രി SB ചവാൻ്റെ മകനും സ്വന്തം നിലയിൽ മുൻ മുഖ്യമന്ത്രിയുമായ വളരെയധികം അഴിമതി ആരോപണ വിധേയനായ ഒരു മഹാനേതാവ്, അദ്ദേഹവും കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു, BJPയിൽ ചേർന്നു. അപ്പോൾ ഇങ്ങനെ നേതാക്കന്മാരും ചെറു കക്ഷികളും കൂട് വിട്ട് കൂട് മാറുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ചിലരൊക്കെ രാജ്യസഭാ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ചിലർ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടിയിട്ടാണ്, ചിലർ ചെറിയ കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനത്ത് എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടും എന്ന് കരുതി മാറുന്നവരാണ്. അതിനൊക്കെ നമുക്ക് മനസ്സിലാക്കാം. കോൺഗ്രസ്സുകാർ മറുകണ്ഠം ചാടുന്നതിൽ അത്ര വലിയ അത്ഭുതമൊന്നുമില്ല, സാധാരണ സംഭവമാണ്. ഇവിടെ പ്രൊഫസർ KV തോമസിന് മാറാമെങ്കിൽ, അല്ലെങ്കിൽ KP അനിൽകുമാറിന് മാറാമെങ്കിൽ ആർക്കും മാറാൻ പാടില്ലായൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ജനാധിപത്യം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നിൽക്കുന്ന പാർട്ടിയിൽ തന്നെ മരിക്കുന്നവരെ തുടരണം എന്നുള്ളതല്ല. പാർട്ടി മാറാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഒരു പരിണതിയിലേക്ക് പോവുകയാണ്. ഇവിടെ പറയാമെന്ന കാര്യം അതല്ല. ജമ്മു കാശ്മീരിലെ മുൻ മുഖ്യമന്ത്രി, സംസ്ഥാനത്ത് ഏറ്റവും മുതിർന്ന നേതാവുമായ സാക്ഷാൽ ഡോക്ടർ ഫാറൂഖ് അബ്ദുള്ള, അദ്ദേഹം ഇന്ത്യ മുന്നണി വിട്ടു എന്ന് മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ എന്ത് നിലപാടെടുക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. പക്ഷേ BJPയുമായിട്ട് കൈകോർക്കുന്നതിൽ പ്രത്യേകിച്ച് അപാകതയൊന്നുമില്ല എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അതിലല്ലെങ്കിൽ അപാകതയൊന്നുമില്ല. നേരത്തെയും BJPയുമായിട്ട് സഹകരിച്ചിട്ടുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മകൻ ഒമർ അബ്ദുള്ള കേന്ദ്രത്തിലൊരു സഹമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കോൺഗ്രസ്സായിട്ട് സഹകരിച്ചു, ദേശീയ മുന്നണിയുമായിട്ട് സഹകരിച്ചു. പലപ്പോഴും അങ്ങനെ സഹകരിച്ചിട്ടുള്ള പാരമ്പര്യവും ചരിത്രവുമുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. പക്ഷേ ഈ ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി റദ്ദാക്കിയപ്പോൾ ഇവർ വളരെ ശക്തമായിട്ട് പ്രതികരിച്ചു. സുപ്രീം കോടതി വിധി വന്നപ്പോഴും അതിനെ അപലപിച്ചു. ഇന്ത്യ മുന്നണിയിൽ അതിശക്തമായിട്ട് നിലനിന്നു. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ കാശ്മീരിൻ്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കും എന്ന് അതും പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് ഫാറൂഖ് അബ്ദുള്ളയ്ക്കും ഇന്ത്യ മുന്നണിയും മടുത്തു. അതിന് പ്രധാനമായിട്ട് 2 കാരണമുണ്ട്. ഒന്നാമത്, ഈ ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ് മെഹബൂബ മുഫ്തിയുടെ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഉള്ളത്. അപ്പോൾ ആ പാർട്ടിയുള്ളപ്പോൾ ഈ അവിടെ കാശ്മീർ താഴ്വരയിലാകെ 3 സീറ്റേ ഉള്ളൂ ലോക്സഭയിലേക്ക്. ജമ്മുവിൽ 2, ലഡാക്കിൽ 1. ഇതാണ് അവിടുത്തെ ഒരു നിലവാരം. അപ്പോൾ ഈ കാശ്മീർ താഴ്വരയിലുള്ള 3 സീറ്റുകൾ എങ്ങനെ വീതിക്കും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പമുണ്ട്. 3 സീറ്റിലും PDPക്ക് മത്സരിക്കണം, 3 സീറ്റിലും നാഷണൽ കോൺഫറൻസിന് മത്സരിക്കണം. ജമ്മുവിലാണെങ്കിലും നാഷണൽ കോൺഫറൻസിന് ചെറിയ ഒരു ഹോപ്പുണ്ട്, അവിടെ BJPക്കാണ് മേൽക്കൈ എന്നിരിക്കും. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ 3 സീറ്റ് എങ്ങനെയാണ് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ മാറിയിട്ടുള്ളത് എന്ന് നമുക്ക് ഊഹിക്കാം. മാത്രമല്ല, 6 മാസത്തിനകത്ത്, കൃത്യമായിട്ട് പറഞ്ഞാൽ 2024 ഓഗസ്റ്റിനകത്ത് ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്താം എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്.
ഇപ്പോൾ ഫറൂഖ് അബ്ദുള്ള സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് അല്ല പ്രധാനം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അങ്ങനെയാണെങ്കിൽ BJP-യുമായിട്ട് സഖ്യം ചേർന്ന് കാശ്മീരിലെ ഭരണം പിടിച്ചെടുക്കാനായിരിക്കും ഡോക്ടർ സാഹിബ് ഉദ്ദേശിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അപ്പോൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞ കൂട്ട് മെഹബൂബ മുഫ്തി കോൺഗ്രസിലൂടെ നിൽക്കുമ്പോൾ ഇദ്ദേഹം BJP-യോട് ചേരുകയാണ്. എന്ത് വില കൊടുത്തിട്ട് കാശ്മീർ മുഖ്യമന്ത്രി ആകണം, ആ സംസ്ഥാനത്തെ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നയിക്കണം എന്ന ചെറിയ താല്പര്യം മാത്രമേ അദ്ദേഹത്തിനുള്ളൂ. ഏതായാലും ഇതിനു വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ ഈ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്, നേതാവാകുന്നു. രാജ്യത്തെ സേവിക്കാനുള്ള അദമ്യമായ ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ കാശ്മീരിയത്തിനെ സംരക്ഷിക്കാനുള്ള ഫാറൂഖ് അബ്ദുള്ളയുടെ അദമ്യമായ ദാഹവും മോഹവും വാഞ്ചയുമാണ് ഈ തീരുമാനത്തിൽ പ്രതിഫലിക്കുന്നത് എന്ന് കണ്ടെത്താനായിട്ട് പ്രത്യേകിച്ച് വലിയ അന്വേഷണം നടത്തേണ്ടതില്ല. ഫാറൂഖിന് വിജയാശംസകൾ നേരുന്നു. ഇതുപോലുള്ള നേതാക്കന്മാരുള്ളതുകൊണ്ടാണ് രാജ്യത്ത് ജനാധിപത്യം തന്നെ നിലനിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് സർവ്വമംഗളങ്ങളും നേരുന്നു, വിജയാശംസകൾ നേരുന്നു. രാജ്യം ഇനി പുരോഗമിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.